ബൈബിളിലെ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവൻ ശിഷ്യന്മാരോട്, അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് യേശു പാപികളോട് കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ന് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ 17-ാം വാക്യത്തിൽ നമുക്ക് കാണാം, യേശു അത് കേട്ട് അവരോട് പറഞ്ഞ കാര്യം, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. അതായത് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് എന്തില്ല, ആവശ്യമില്ല. രോഗിക്കാണ് എന്ത് വേണ്ടത്, വൈദ്യൻ്റെ ആവശ്യം. ഇവിടെ ഈ പറയുന്ന പരീശന്മാർ എല്ലാവരും നീതിമാന്മാർ എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ നീതി ഉണ്ടായി എന്നിരിക്കാം. എന്നാൽ യേശുക്രിസ്തു ആ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകൾ പാപികളായ മനുഷ്യരാണ്. അവരെ ചുങ്കക്കാരാണ്. ആളുകളുടെ നിന്ന് പൈസ അധികമായി വാങ്ങിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ് ചുങ്കക്കാരെന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് അവന് യേശു എന്ന് പേരിടുകയാണ്. അപ്പോൾ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞത്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അപ്പോൾ അവൻ്റെ ഏത് മനുഷ്യൻ്റെയും ഏത് വിഷയത്തെയും മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ദീനമെന്ന് പറഞ്ഞാൽ ഒരു രോഗം. അവൻ്റെ ജീവിതത്തിൽ വേണ്ടി മാറ്റാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നമുള്ള വ്യക്തിയാണെങ്കിൽ അവൻ്റെ എല്ലാ വിഷയങ്ങളും മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ദീനമെന്ന് പറയുമ്പോൾ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. വൈദ്യൻ്റെ ആവശ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത്, നമുക്കൊരു അസുഖം വന്നാൽ ആ ഡോക്ടർ എന്ത് ചെയ്യും, അതിനുള്ള മരുന്ന് തരും, നമുക്ക് സൗഖ്യമുണ്ടാകും. ഇവിടെ ഈ പാപത്തെ മാറ്റാൻ കഴിയുന്ന കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, തൻ്റെ ജനത്തെ അവരെ പാപം രക്ഷിപ്പിക്കണവർ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞത്. നമ്മുടെ കുറവുകളെ കണ്ടിട്ട്, നമ്മുടെ പാപ സ്വഭാവത്തെ കണ്ടിട്ട്, നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്ത പാപ വിഷയങ്ങളെ കണ്ടിട്ട് നമ്മളെ വിട്ടിട്ട് പോകുന്നൊരു ദൈവമല്ല കർത്താവ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. നമ്മളോട് മനസ്സലിവ് കാണിച്ച് നമ്മളെ രക്ഷിപ്പാനാണ് അവൻ വന്നത്. കാരണം പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് എഴുതിയിരിക്കുന്നു, വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ കുറവുകളെ കണ്ടിട്ട് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞൊരു ദൈവമല്ല. നമ്മുടെ പ്രയാസത്തെ കണ്ടിട്ട്, എൻ്റെ ഈ പാപ സ്വഭാവം എനിക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്ന് കണ്ടിട്ട് നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. നമ്മുടെ ഈ പ്രയാസം കണ്ടിട്ട് തന്നെയാണ് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഈ യേശുവിനെ നമുക്ക് നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ യേശുവിൻ്റെ അടുത്ത് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് യേശുവിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കും. നമുക്ക് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ നമുക്ക് ഈ ദൈവത്തോട് കൂടെ സുഖമായി ഈ ദൈവത്തോട് കൂടി ജീവിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഈ യേശു നമ്മളെ വിട്ടുകളയുന്ന ദൈവമല്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് യേശു വന്നത് പാപികളെ വിളിപ്പാൻ അത്രേ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.